7 പേർ ഒരേ ശ്രുതിയിലും ഈണത്തിലും പാടുന്നു. ഒരാൾക്ക് പിഴച്ചാൽ കഠിനാധ്വാനം ചെയ്തത് വെറുതെയാകും. ഈ ടെൻഷൻ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സംഘഗാന മത്സരത്തിന് കുട്ടികളെ പരിശീലിപ്പിക്കുന്നവർക്കുമുണ്ട്. വേദിയിൽ സംഘഗാന മത്സരം പുരോഗമിക്കുകയാണ്. ടെൻഷൻ മുഴുവൻ ഗുരുക്കന്മാർക്കാണ്. ഞങ്ങൾ ഉഗ്രൻ പ്രസന്റേഷൻ അല്ലേ നടത്തിയത്. സ്കൂളിന്റെ പേരിൽ തന്നെ പ്രസന്റേഷനുള്ള കോഴിക്കോട് പ്രസന്റേഷൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ മത്സരാർത്ഥികൾ പറഞ്ഞു. ഒരേ ശ്രുതിയിലും താളത്തിലുമാണ് ഞങ്ങൾ പാടിയത്. ഞങ്ങൾക്ക് നല്ല കോൺഫിഡൻ്റ് ആയിരുന്നു ഈ പാട്ടിൽ. അപ്പം ഞങ്ങളങ്ങോട്ട് പാടി, ഞങ്ങൾ നല്ല പവറിൽ അങ്ങോട്ട് പാടി. ഇതിൽ ഡിസ്ട്രിക്റ്റ് തന്നെ ഞങ്ങൾ തകർത്ത് പാടിയതായിരുന്നു. ഏകദേശം എല്ലാവരുടെയും ഒരുപോലെയാണ്. ബേസ് പാടുമ്പം അവർക്ക് അതിൻ്റെതായ ഒരു ഗാംഭീര്യം, പിച്ച് പാടുമ്പം ഒരു ഹോളോട്ട് ടൈപ്പ് സൗണ്ട്, മീഡിയം അതിൻ്റെതായ പഞ്ച്. അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് എഴുതുമ്പം ഒരു നല്ലൊരു പവർ പാക്കാണ് വരിക. കോഴിക്കോട് സെന്റ് മൈക്കിൾസ് GHSൽ 30 വർഷം സംഗീത അധ്യാപകനായിരുന്ന നോബി ബെൻടെക്സ് ആണ് പരിശീലകൻ. സാഹിത്യമറിയാവുന്ന ഒരു വിധികർത്താവ് ജഡ്ജസ് പാനലിൽ വേണമെന്ന ഒരു അഭിപ്രായം കൂടി ഇദ്ദേഹത്തിനുണ്ട്. എല്ലാവരും സംഗീതജ്ഞർ മാത്രമാണ് ഇരിക്കുന്നത്, പ്രത്യേകിച്ച് ഗാനവിഭാഗത്തിന്. അതിൽ സാഹിത്യം കൂടി അറിയുന്ന ഒരാളുണ്ടായാൽ സാഹിത്യം, അതിൻ്റെ ഉച്ചാരണം, എന്താണ് അതിൻ്റെ തീം എന്നൊക്കെ നോക്കി മാർക്കിടാൻ പറ്റും. 8, 9, 10 ക്ലാസ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് ടീം അംഗങ്ങൾ. സംഘഗാനത്തിൽ ജൂനിയർ സീനിയർ വ്യത്യാസമില്ലെന്ന് മത്സരാർത്ഥികൾ പറഞ്ഞു. പാടുമ്പോൾ ഞങ്ങൾ താളം ശ്രദ്ധിക്കും, അവരവർക്ക് എന്തെങ്കിലും തെറ്റ് പറ്റുന്നുണ്ടോ എന്നൊക്കെ ഞങ്ങൾ ശ്രദ്ധിക്കും. ഞങ്ങളൊരു യൂണിറ്റ് പോലെ തന്നെ യൂണിറ്റിയോടെ പാടുക ചെയ്യുക. പറഞ്ഞു കൊടുക്കും, അവരെ ശരിയാക്കുകയും ചെയ്യും, ഒരിക്കലും കുറ്റപ്പെടുത്തില്ല. 2019 കാഞ്ഞങ്ങാട് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഗസലിൽ A ഗ്രേഡ് കരസ്ഥമാക്കിയ സ്വാതി ഹരിദാസും കുട്ടികൾക്കൊപ്പം പരിശീലക സ്ഥാനത്തുണ്ട്. ഒത്തൊരുമയാണ് ഒരു സംഘഗാനത്തിന്റെ വിജയം. അത് ശ്രുതിയിലും താളത്തിലും എല്ലാം. കലോത്സവ നഗരിയിൽ നിന്നും വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണു പ്രസാദിനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ. ഇൻ റിപ്പോർട്ടർ, കൊല്ലം.